തോട്ടഭൂമിയിൽ നടക്കുന്ന പുനരധിവാസ പദ്ധതി ഭാവിയിൽ നിയമക്കുരുക്കിൽപ്പെട്ടാൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സന്നദ്ധ സംഘടനകളോട് ഇക്കാര്യം നേരത്തെ അറിയിച്ചതാണ് എന്നും മന്ത്രി പറയുന്നു. പ്രയാസാകില്ലേ ആകുമല്ലോ. അങ്ങനത്തെ ഭൂമി മേടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ സർക്കാർ ഇത്ര വലിയ യുദ്ധം നടത്തിയിട്ട് ഇവിടെ നിയമയുദ്ധം നടത്തിയിട്ട് ഇവിടെ ഭൂമി മേടിച്ചത്. സന്നദ്ധ സംഘടനകളോടെല്ലാം ഞങ്ങൾ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുവരെ ഒന്നുമില്ല. അങ്ങനത്തെ ഭൂമി ധാരാളമായിട്ട് വയനാട്ടിൽ കിട്ടും. ഇവിടെ അത്തരം ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായതല്ലേ. CLR പോലെ ഒരു KLR സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമല്ലേ ഇത്. പഞ്ചായത്തുകൾ ഭൂമിക്ക് അനുവാദം കൊടുക്കണമെങ്കിൽ നേരത്തെ വയനാട്ടിൽ KLR എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊണ്ടുവരണം. ഇത് മുറിച്ചു മേടിച്ച ഭൂമിയല്ല എന്ന് കാണിക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്, ഗീത കളക്ടറായിരിക്കുമ്പോഴാണ് നമ്മൾ KLR സർട്ടിഫിക്കറ്റ് നിർത്തലാക്കാവുന്ന നടപടി ക്രമത്തിലേക്ക് പോയത്. അപ്പം അത് പ്ലാന്റേഷൻ ആവശ്യത്തിന് മേടിച്ച ഭൂമി മുറിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതൊരു സർക്കാർ നയമാണ്. അതുകൊണ്ടാണ് സർക്കാർ വിശാലമായിട്ട് ഇങ്ങനെ ഒരു ഭൂമി മേടിച്ച് എല്ലാവർക്കും ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ അവസരം ആ വിധത്തിൽ തുടരുകയായിരിക്കും നല്ലത്.